നമുക്ക് കുറച്ച് തീരാനുണ്ട് എക്സാമിന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് വർക്ക് ഒന്നും പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക എല്ലാവരും. ഇന്നത്തെ ക്ലാസ്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരും യൂട്യൂബില് ഒരു 2 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ? എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ, പോർഷൻസ് ആണ് ഇത്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ് യൂട്യൂബിൽ എന്തായാലും ഒരു 2 തവണയെങ്കിലും നിങ്ങൾ കാണാം. ഓക്കെ? ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇടയിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നൊന്നുമില്ല. മിസ് എല്ലാം പറഞ്ഞു തരാം. നിങ്ങൾ ക്ലാസ് വീട്ടിൽ നിന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ? എന്നിട്ട് ഹോംവർക്ക് ചെയ്താൽ മതി. പിന്നെ നാളെ നിങ്ങൾക്ക് 3:15 ഹിന്ദിയുടെ ക്ലാസ് ഉണ്ട്. അതിന് പകരം മാത്സിന്റെ ക്ലാസ് ആയിരിക്കും. ഹിന്ദി കഴിഞ്ഞതല്ലേ? നാളെ മാത്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ, ഹിന്ദിക്ക് പകരം. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻടു കിലോമീറ്റേഴ്സും, കിലോമീറ്റേഴ്സ് ഇൻടു മീറ്റേഴ്സും, മീറ്റേഴ്സ് ഇൻടു സെന്റിമീറ്റേഴ്സ്, സെന്റിമീറ്റേഴ്സ് ഇൻടു മീറ്റേഴ്സ്, ഇത്രയും നമ്മൾ കൺവേർഷൻ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് അഡീഷൻ ഓഫ് ലെങ്ത്. 2 എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. അത് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യാം. പിന്നീട് റെക്കോർഡ് ചെയ്ത ക്ലാസ് കേട്ടിട്ട് ഒന്നുകൂടി പഠിക്കാം കേട്ടോ. നമ്മള് ലെങ്ത് ആഡ് ചെയ്യുന്ന സമയത്ത് കിലോമീറ്ററും മീറ്ററും തന്നിട്ടുള്ള, അല്ലെങ്കിൽ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ തന്നിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പൊ കിലോമീറ്റർ, മീറ്റർ, 25 കിലോമീറ്റർ, 250 മീറ്റർ, 30 കിലോമീറ്റർ, 125 മീറ്റർ. ഒരാള് ആദ്യം 25 കിലോമീറ്റർ 250 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം 30 കിലോമീറ്റർ 125 മീറ്ററും ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മീറ്റർ ആഡ് ചെയ്യാം. മീറ്റർ ആഡ് ചെയ്യുമ്പോൾ 0 + 5 5, 5 + 2 7, 2 + 1 3. എന്നിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ കിലോമീറ്ററും ആഡ് ചെയ്യാം. 5 + 0 5, 2 + 3 5. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 55 കിലോമീറ്റർ 375 മീറ്റർ. നമ്മൾ കിലോമീറ്ററും മീറ്ററും തന്നിട്ടുള്ള മെഷർമെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം മീറ്റർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്യാരി ഓവർ വരുന്നുണ്ടെങ്കിൽ അത് നേരെ കിലോമീറ്ററിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. അതേപോലെ തന്നെയാണ് സെന്റിമീറ്ററും മീറ്ററും വരുന്നുണ്ടെങ്കിൽ, മീറ്ററും സെന്റിമീറ്ററും. ഇപ്പോ 50 സെന്റിമീറ്റർ, 50 മീറ്റർ 475 സെന്റിമീറ്റർ പ്ലസ് 25 മീറ്റർ 722 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ആദ്യം സെന്റിമീറ്റർ ആഡ് ചെയ്യും. സാധാരണ നമ്മൾ നോർമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ 5 + 2 7, 7 + 2 9, 4 + 7 11. ക്യാരി ഓവർ 1 വരുന്നുണ്ട്. ആ 1 എവിടേക്ക് ക്യാരി ഓവർ ചെയ്യാം? നെക്സ്റ്റ് മീറ്ററിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. 1 + 5 6, 5 + 2 7. അപ്പൊ എത്ര കിട്ടി? 76 മീറ്റർ 197 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ ഈ ആഡ് ചെയ്തത് പോലെ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും. എക്സാമ്പിൾ 46 കിലോമീറ്റർ 800 മീറ്ററിൽ നിന്ന് 36 കിലോമീറ്റർ
500 meter സബ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ വൺസിന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ്, ഹൺഡ്രഡ്സിന്റെ പ്ലേസ് അങ്ങനെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. 0 minus 0 0, again 0 minus 0 0, 8 minus 5 3, 6 minus 8 0, 4 minus 3 1, 10 kilometer 300 meter. അതേപോലെ മീറ്ററും സെന്റിമീറ്ററും ആണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ 34 meter 40 centimeter minus 18 meter 28 centimeter ആണെങ്കിൽ ഇവിടെ 0-ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ബോറോ ചെയ്ത് ഇവിടെ 10 വരും. 10-ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 2. ബാക്കി ഇവിടെ 3 ഉള്ളൂ. 3-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1. അതുപോലെ അത് സെന്റിമീറ്ററിന്റെ സബ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് മീറ്ററിന്റെ 4-ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. 1 ബോറോ ചെയ്തു. 14-ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 6. ബാക്കി ഇവിടെ 2 ഉണ്ട്. 2-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1. 16 meter 12 centimeter. ഇങ്ങനെയാണ് സബ്ട്രാക്ഷനും ലെങ്ത്തിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 94, 95 കുറെ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 4.2 അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ഹോംവർക്ക് ചെയ്യാം കേട്ടോ. തിരക്കിട്ട് ചെയ്യൊന്നും വേണ്ട. എക്സാം ആകുമ്പോഴത്തേക്ക് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ വേർഡ് പ്രോബ്ലംസ് വരുന്നത് അടുത്ത നമുക്ക് വേർഡ് പ്രോബ്ലംസ് ആ വരുന്നത്. വേർഡ് പ്രോബ്ലംസില് അതിന്റെ മീനിങ് മനസ്സിലായാൽ എന്താ ആഡ് ചെയ്യേണ്ടതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടതാണോ എന്ന് നമുക്ക് മനസ്സിലാവും. എക്സസൈസ് 4.3 96 പേജ് നമ്പർ 96 അതിലെ വേർഡ് പ്രോബ്ലംസിന്റെ കുറച്ചെണ്ണം അതിൽ 1-2 മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സാമിന്റെ ടൈമില് മിസ് ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യന്റെ മീനിങ് പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ, മമ്മി bought 18 meter 35 centimeter of clothes from the market. She made frocks for Tanvi with 7 meter 25 centimeter. How much cloth is left with mummy now? തൻവിയുടെ മമ്മി ഷോപ്പിൽ നിന്ന് 18 meter 75 centimeter ക്ലോത്ത് വാങ്ങി, തുണി വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? തൻവിക്ക് ഫ്രോക്ക് അടിച്ചു. ഫ്രോക്ക് ഒരു ഉടുപ്പടിച്ചു. എത്ര മീറ്റർ തുണി കൊണ്ട്? 7 meter 25 centimeter തുണി കൊണ്ട് ഫ്രോക്ക് അടിച്ചു. ബാക്കി മമ്മിയുടെ കയ്യിൽ എത്ര തുണി ബാക്കി ഉണ്ടാവും? തുണി ബാക്കി ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോ അവിടെ എന്താ ചെയ്യണ്ടേ? ടോട്ടലുള്ള തുണിയുടെ ലെങ്ത്തിൽ നിന്ന് ഫ്രോക്ക് തയ്ക്കാൻ എടുത്ത തുണിയുടെ ലെങ്ത് മൈനസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഉഷ walked 3 kilometer 175 meter on Monday. She walked 5 kilometer 135 meter on Tuesday. What is the total distance Usha walked on Monday and Tuesday? ഉഷ എന്ന് പറയുന്ന ഒരാള് മൺഡേ വാക്ക് ചെയ്ത ഡിസ്റ്റൻസും ട്യൂസ്ഡേ വാക്ക് ചെയ്ത ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ? വാട്ട് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ്? ടോട്ടൽ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും അഡീഷൻ ആയിരിക്കും. ഡിഫറൻസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും സബ്ട്രാക്ഷനും ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ടോട്ടൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്നത് ആഡ് ചെയ്യാം. ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഡിഫറൻസ് കാണാം, സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, വേർഡ് പ്രോബ്ലത്തിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട.
നിങ്ങൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മാത്രം പഠിച്ചാൽ മതി. ബാക്കി വേർഡ് പ്രോബ്ലത്തിന്റെ മീനിങ് മാത്രം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരില്ല. മീനിങ് മാത്രം മിസ് എക്സാമിന്റെ ടൈമിൽ പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ലെങ്ത് നമ്മൾ ഇവിടെ കഴിഞ്ഞു. അടുത്തത് വെയിറ്റും കപ്പാസിറ്റിയും കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞിട്ട് ടൈം കൂടി പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഡാറ്റ ഹാൻഡ്ലിംഗ് നമുക്ക് വേണ്ട, അത് നമുക്ക് വലിയ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ആ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. ടൈം വരെയുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നെക്സ്റ്റ് പഠിക്കാനുള്ളത് വെയിറ്റ്. നമ്മള് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഭാരം അല്ലെ? നമ്മുടെ ഭാരം എന്തുണ്ടെങ്കിലും ഒരു കനം, ഈ ബുക്കിന് ഒരു കനമുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. അപ്പൊ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്, വെയിറ്റ് നമ്മൾ അളക്കുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന യൂണിറ്റ് വെയിറ്റ് അളക്കാൻ വേണ്ടി കിലോഗ്രാം ആണ് അല്ലെ? നിങ്ങളുടെയൊക്കെ വെയിറ്റ് കിലോഗ്രാമിലല്ലേ പറയാം? നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ നോക്കിയിട്ട് വെയിങ് മെഷീനിൽ ഒന്നുകിൽ നിന്ന് നോക്കിയാല് അത് വെയിറ്റ് കിലോഗ്രാമിലാ പറയാം അല്ലെ? എന്നാല് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, ഇപ്പോ ചായപ്പൊടി അല്ലെങ്കിൽ കടുക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ 1 കിലോ കടുക് അല്ലെങ്കിൽ 2 കിലോ കടുകൊന്നും നമ്മൾ വാങ്ങില്ലല്ലോ. 500 കടുക്, 100 കടുക് അത്രയല്ലേ വാങ്ങുള്ളൂ. ചെറിയ മെഷർമെന്റ്. അപ്പൊ വെയിറ്റ് കിലോഗ്രാമിനേക്കാളും ചെറിയ യൂണിറ്റ് ആണ് ഗ്രാം. നമ്മൾ നോർമലി വെയിറ്റ് അളക്കാൻ വേണ്ടി 2 യൂണിറ്റ് ഉപയോഗിക്കുന്നു, ഒന്ന് കിലോഗ്രാമും ഗ്രാമും. ഓക്കെ, ഗ്രാം ആണ് ചെറിയ യൂണിറ്റ്, കിലോഗ്രാം ആണ് വലിയ യൂണിറ്റ്. വേറെയും കുറെ യൂണിറ്റ് ഉണ്ട്, ടൺ, ക്വിന്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്, മില്ലിഗ്രാം ഒക്കെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ യൂണിറ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഗ്രാമും കിലോഗ്രാം. അപ്പൊ നിങ്ങള് ഈ ഒരു തുലാസ് കണ്ടിട്ടുണ്ടോ? പേജ് നമ്പർ 97 ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ത്രാസ് അല്ലെങ്കിൽ തുലാസ് അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ടത്തെ ഷോപ്പിലൊക്കെ കാണും. നമ്മുടെ ഭാരം നോക്കാൻ വേണ്ടി, സാധനത്തിന്റെ ഭാരം അളന്ന് നോക്കാൻ വേണ്ടി ഈ ബാലൻസ് കാണും. അതിൽ ഉപയോഗിക്കുന്ന വെയിറ്റ് ഉണ്ട്, കുറെ കട്ട കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടോ? അതിൽ ആ ഗ്ലാസ്സിലെ ഒരു പാത്രത്തിൽ ഈ വെയിൻ കട്ടയും വേറൊന്നിൽ നമുക്ക് എന്തിന്റെയാണോ വെയിറ്റ് നോക്കണ്ടേ ആ സാധനവും വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ എന്ത് നോക്കുന്നത്? വെയിറ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതിന്റെയൊക്കെ വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കട്ടയുണ്ട് വെയിറ്റ് നോക്കാൻ വേണ്ടി? 50 ഗ്രാം, 100 ഗ്രാം, 500 ഗ്രാം, 1 കിലോഗ്രാം, 2 കിലോഗ്രാം. അപ്പൊ ഗ്രാമിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, മീറ്ററിനെ എം എന്നും സെന്റിമീറ്ററിനെ CM എന്നും കിലോമീറ്ററിനെ KM എന്നും റെപ്രസെന്റ് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു. അതേപോലെ ഗ്രാമിനെ നമ്മൾ എഴുതുന്നത് സ്മോൾ ലെറ്റർ G, സ്മോൾ ലെറ്റർ G. കിലോഗ്രാമിനെ നമ്മൾ സ്മോൾ ലെറ്റർ KG, സ്മോൾ ലെറ്റർ KG. ഇനി കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ, to convert kilogram into gram, എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കൺവേർട്ട് കിലോഗ്രാം into gram. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ multiply by 1000. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ multiply by 1000. ഓക്കെ, ഇനി ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട്
gram into kilogram divided by 1000. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ബൈ 1000. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 1000. ഓക്കെ, മനസ്സിലായോ? ഈ രണ്ട് കൺവേർഷൻ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ബൈ 1000. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 1000. ഇതിനകത്ത് കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് അല്ല, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Convert into grams. Page number 98, exercise 4.4. Adile first one 6 kilogram. First one 6 kilogram. 6 kilogram ennu parayumbo 1000 കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 3 0 ഇട്ട് കൊടുത്താൽ മതി. 6000 gram. 6000 gram. രണ്ടാമത്തത് 4 kilogram. 4 kilogram is equal to 4 into 1000. That is equal to 4000 gram. ഇനി മൂന്നാമത്തെ 2 kilogram. 2 kilogram 345 gram എന്ന് പറയുമ്പോൾ 2 കിലോഗ്രാമിനെ മാത്രം നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2 into 1000 എന്നിട്ട് തന്നിരിക്കുന്ന ഗ്രാമിനെ അതിന്റെ കൂടെ ആഡ് ചെയ്യുക. 345 ഗ്രാമിനെ ആഡ് ചെയ്യുക. അപ്പോ 2345 ഗ്രാം എന്ന് കിട്ടും. നാലാമത്തത് 5 കിലോഗ്രാം 280 gram. 5 kilogram 280 gram എന്ന് പറയുമ്പോൾ 5 കിലോഗ്രാമിനെ മാത്രം നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5 into 1000 plus 280 gram is equal to 5280 gram. ഓക്കെ, ഇങ്ങനെയാണ് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 0 അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. 3 0 അങ്ങ് ഒഴിവാക്കി കളയാം. അപ്പൊ എത്ര കിട്ടും? 3 കിലോഗ്രാം. ഇനി 5000 ഗ്രാം ആണെങ്കിൽ 3 0 കളഞ്ഞാൽ ബാക്കി 5 കിലോഗ്രാം. അടുത്തത് 4000 ഗ്രാം is equal to 4 kilogram. അടുത്തത് 1000 gram is equal to 1 kilogram. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം?
ഗ്രാമിനെ കിലോഗ്രാമിലേക്കോ കിലോഗ്രാമിനെ ഗ്രാമിലേക്കോ കൺവേർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇത് കേൾക്കുമ്പോ, ചിലപ്പോ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് എന്തായാലും ഈ ക്ലാസ് നിങ്ങൾ 2-3 തവണയെങ്കിലും യൂട്യൂബിൽ കണ്ടിരിക്കണം. അത് നിർത്തി നിർത്തി മനസ്സിലാക്കി വേണം കാണാൻ. കണ്ടിന്യൂസ് ആയിട്ട് കാണണ്ട, ഓരോ ഭാഗങ്ങളും നിർത്തി മനസ്സിലാക്കി കാണാം. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും, വെയിറ്റിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. മനസ്സിലുണ്ടാവല്ലേ ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോ? ഒരു രക്ഷയില്ല മക്കളെ, തീർക്കാൻ വേണ്ടിട്ടാ. തീർന്നില്ലെങ്കിൽ പ്രശ്നല്ലേ, എക്സാമിന് തീർക്കണ്ടേ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായതല്ലേ. അപ്പൊ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ സമയം കേട്ടിട്ട് ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാം. ഓക്കെ, ഇനി അഡീഷനും സബ്ട്രാക്ഷനും നമ്മള് ലെങ്ത്തിന്റെ ചെയ്തതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. എങ്ങനെ ചെയ്യാം? ചെയ്യാൻ വേണ്ടി എക്സൈസ് 4.5 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറയുന്നത്. പേജ് നമ്പർ 100 എക്സൈസ് 4.5 അഡീഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 77 കിലോഗ്രാം 600 gram പ്ലസ്, അതേപോലെ നിങ്ങൾ എക്സാമിന് ഈ അഡീഷനും സബ്ട്രാക്ഷനും ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രമേ മിസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് മിസ് യൂസ് ചെയ്ത്. ഓക്കെ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. 77 കിലോഗ്രാം 600 gram പ്ലസ് 28 കിലോഗ്രാം 300 gram. നമ്മൾ നേരത്തെ ലെങ്ത്തിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ഗ്രാം ആഡ് ചെയ്യുക. 0 + 0 0, again 0 + 0 0, 6 + 3 9, 7 + 8 15, 5, remaining 1, 1 + 7 8, 8 + 2 10. 105 kilogram 900 gram. ഒന്നുകൂടി പറയാം അഡീഷന്റെ ക്വസ്റ്റ്യൻ. ഫിഫ്ത് വൺ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 100 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 99 കിലോഗ്രാം 860 gram പ്ലസ് 16 കിലോഗ്രാം 500 gram. 0 + 0 0, 6 + 0 6, 8 + 5 13, 3 എഴുതാ. റിമൈനിങ് 1 വരുന്നത് കിലോഗ്രാമിലേക്ക് ആഡ് ചെയ്യാം. 9 + 1 10, 10 + 6 16, 16 1 റിമൈനിങ് വരുന്നുണ്ട്. 1 + 9 10, 10 + 1 11. 116 കിലോഗ്രാം 360 gram. ഇതേപോലെ തന്നെയാണ് എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നതും. സെയിം പേജിലെ സബ്ട്രാക്ട് എന്നുള്ളതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 60 കിലോഗ്രാം 500 gram minus 24 kilogram 500 gram. Subtract ചെയ്യുമ്പോൾ 0 0, 5 - 5 again 0, 10 - 4 6, ഇവിടെ 5 ബാക്കിയുള്ളൂ. 5 - 2 36, ഇവിടെ 36 കിലോഗ്രാം മാത്രമുണ്ട്, ഗ്രാം ഇല്ല. അപ്പോ ആൻസർ 36 കിലോഗ്രാം. ഒരു ക്വസ്റ്റ്യൻ കൂടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 86 കിലോഗ്രാം
550 gram minus 36 kilogram 470 gram. Minus 0 minus 0 0. 5 ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. നമ്മള് 1 ബോറോ ചെയ്തു. 15 ൽ നിന്ന് 7 മൈനസ് ചെയ്താല് 8. ഇവിടെ 4 ബാക്കിയുണ്ട്. 4 minus 4 0. 6 minus 6 0. 8 minus 3 5. 50 kilogram 80 gram. 50 kilogram 80 gram. Okay. അപ്പൊ addition ആയി subtraction ആയി. ഇനി വരുന്നത് word problems. word problems നിങ്ങൾ ടെൻഷൻ ആവണ്ട. മിസ് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു തരാം? മിസ് വായിച്ചിട്ട് മീനിങ് പറഞ്ഞുതരാം. വേർഡ് പ്രോബ്ലംസ് അധികം ഒന്നും ഉണ്ടാവില്ല. ഒരു 2 or 3 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. 3 or 4 അതിൽ കൂടുതലൊന്നുമില്ല. കേട്ടല്ലോ? അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് മടക്കുന്നുണ്ടാവും അല്ലെ? രക്ഷയില്ല മക്കളെ, സഹിച്ചേ പറ്റും. അടുത്തത് പേജ് നമ്പർ 103. 103 കപ്പാസിറ്റി. അതോ ഇതേപോലെ സെയിം തന്നെ ഗ്രാമിന് സെയിം ആയിട്ടാണ് കപ്പാസിറ്റി വരുന്നത്. ഈ 3 എണ്ണത്തിലെ ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി ഇതിൽ 3 എണ്ണത്തിലും ചെറിയൊരു വ്യത്യാസം, കുറച്ച് എക്സ്ട്രാ വരുന്നത് ലെങ്ത്തിൽ മാത്രമേ ഉള്ളൂ. വെയിറ്റും കപ്പാസിറ്റിയും സെയിം തന്നെയാ വരുന്നത്. ഇവിടെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ലിക്വിഡ് എ കണ്ടെയ്നർ ക്യാൻ ഹോൾഡ്. ഒരു പാത്രത്തിൽ കൊള്ളുന്ന, പാത്രത്തിൽ എടുക്കാൻ പറ്റുന്ന, ഒരു കണ്ടെയ്നറിൽ എടുക്കാൻ പറ്റുന്ന ലിക്വിഡിന്റെ എമൗണ്ട്. ലിക്വിഡ് എന്ന് വെച്ചാല് ദ്രാവക രൂപം, വെള്ളം പോലുള്ള, ഒഴിക്കാൻ പറ്റുന്ന വെള്ളം പോലുള്ള സാധനത്തിനാണ് നമ്മൾ എന്താ പറയാ? ലിക്വിഡ് ഫോം എന്ന് പറയുന്നത്. ആ ലിക്വിഡ് ഫോമിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയാം. അതായത് ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്, അല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്, അതും അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ പെട്രോൾ ടാങ്കിൽ കൊള്ളുന്ന പെട്രോളിന്റെ അളവ്. ഇതൊക്കെയാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി നമ്മൾ 2 യൂണിറ്റ് ഉണ്ട്, ലിറ്ററും മില്ലി ലിറ്ററും. ഓക്കെ. ചെറിയൊരു ഡിഫറൻസ്. ലിറ്റർ എന്നുള്ളത് നമ്മള് ബാക്കിയെല്ലാം നമ്മൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് അല്ലെ? മീറ്ററിനെ സ്മോൾ ലെറ്റർ എം, കിലോമീറ്ററിനെ സ്മോൾ ലെറ്റർ കെ എം, സെന്റിമീറ്ററിനെ സ്മോൾ ലെറ്റർ സി എം, അതുപോലെ ഗ്രാമിനെ സ്മോൾ ലെറ്റർ ജി, കിലോഗ്രാമിനെ സ്മോൾ ലെറ്റർ കെ ജി. ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നത് ലിറ്ററിനെ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എൽ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലിറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ എൽ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. ലിറ്ററിന്റെ ചെറിയ മെഷർമെന്റ്, ചെറിയ യൂണിറ്റ് ആണ് മില്ലി ലിറ്റർ. മില്ലി ലിറ്ററിനെ സ്മോൾ ലെറ്റർ എമ്മോ ക്യാപിറ്റൽ ലെറ്റർ എല്ലും കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. എങ്ങനെ? ലിറ്റർ LITRE. ലിറ്ററിനെ നമ്മൾ എങ്ങനെ പറയും? ലിറ്ററിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റർ എൽ ഉപയോഗിക്കും. അതുപോലെ ലിറ്ററിന്റെ ചെറിയ യൂണിറ്റ് ആണ് മില്ലി ലിറ്റർ, MILLILITRA. മില്ലി ലിറ്ററിനെ നമ്മള് സ്മോൾ ലെറ്റർ എമ്മോ ക്യാപിറ്റൽ ലെറ്റർ എല്ലും. ഇത് മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ വരുന്നത് കൺവേർഷൻ. കൺവേർഷനിൽ വരുമ്പോ നേരത്തെ നമ്മൾ കിലോഗ്രാമും ഗ്രാമും ചെയ്തതുപോലെ തന്നെ കൺവേർട്ട്
liter into milliliter. ലിറ്ററിനെ milliliter ആക്കാൻ എന്ത് ചെയ്താൽ മതി? multiply by 1000. ലിറ്ററിനെ milliliter ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി milliliterനെ convert milliliter into liter. Divide by 1000. ലിറ്ററിനെ മില്ലിലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മില്ലിലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഇന്ന് തന്നെ എല്ലാവരും ഒരു 2 തവണയോ 3 തവണയോ കാണും കേട്ടല്ലോ. എന്താ ഫാത്തിമ മേരൻ? എന്താ മോളെ മേരെ? കിലോമീറ്റർ